എന്നാണ് ദൈവമേ രക്ഷപ്പെടുക? എന്നും പണിയെടുത്ത കാശ് വീട്ടിലെല്ലുമ്പോഴും കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. ഒന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ നേരമില്ല. കാരണം പണിക്ക് പോകണ്ടേ. അടുത്ത ആഴ്ചയോ വീണ്ടും പണിക്ക് പോകണം, പിന്നത്തെ മാസമോ വീണ്ടും പണിക്ക് പോകണം, അടുത്ത കൊല്ലോ വീണ്ടും പണിക്ക് പോകണം. ഈ പണിയെ ശരണം, പണിയെടുക്കാൻ വേണ്ടി ജനിച്ച പോലെയാണ്. അതുകൊണ്ട് ഒരു മുരടിപ്പായിരുന്നു ജീവിതത്തിനോട്. പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ നോക്കുമ്പോൾ ഇന്ന് പല രേഖകൾ ഉണ്ടായിരുന്നത് ഇന്ന് ആ രേഖയൊക്കെ മാറി പുതിയ രേഖ തെളിഞ്ഞു. കാരണം അന്ന് ദാരിദ്ര്യരേഖയായിരുന്നു, കൈയടിച്ച് ഇത് സമ്പന്നരേഖയായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൈയടിക്കാൻ ആരും ബുദ്ധിമുട്ട് കാണിക്കണ്ട, അങ്ങനെയുള്ള ആളുകൾക്ക് കൈയടിക്കാം. ഇനി അടുത്തിരിക്കുന്ന ആള് സുലോചന കാണണാവോ, രമണി കാണണാവോ ഉത്സവപ്പറമ്പിൽ ഡാൻസ് ചെയ്യാൻ നോക്കുമ്പോ? ഞാൻ പറയുന്നു, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മുടെ വിജയം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ മറ്റുള്ള ആളുടെ കയ്യില് കൊടുക്കരുത് അതിന്റെ താക്കോല്. ഓക്കെ, അതിന് നമ്മൾ തയ്യാറാണോ? അപ്പൊ ജീവിത ചെലവ് നമുക്ക് ചുരുക്കാൻ തയ്യാറാവും. അപ്പൊ ജോയിൻ ചെയ്താൽ വീണ്ടും വില കുറവിന് കിട്ടും അല്ലെ? ജോയിൻ ചെയ്താൽ എത്ര കാശ് കിട്ടും? ചന്ദനത്തിരി 5 രൂപയ്ക്ക് കിട്ടും. നേർപകുതി പൈസ ആലോചിച്ച് നോക്കൂ, നേർപകുതി പൈസക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ 4 ഘട്ടങ്ങളും, ഈ 4 കാര്യങ്ങൾ, ആരോഗ്യം, തൊഴിലവസരം, വരുമാനം, ജീവിത ചെലവ് ചുരുക്കാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പല മേഖലയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആളുകളടക്കം ഞാൻ 1-2 പേരെ പരിചയപ്പെട്ടു. അല്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ. ഞാൻ പറയുന്നു, നമ്മൾ ചെയ്യുന്ന മേഖലയിൽ ആരോഗ്യവും തൊഴിലവസരവും വരുമാനവും ജീവിത ചെലവ് ചുരുക്കാനുള്ള എല്ലാം കിട്ടുന്ന ഏത് മേഖലയുള്ളത്? ഞാൻ പല ക്ലാസ്സിലും ചോദിച്ചിട്ട് ആരും ധൈര്യമായിട്ട് ഏറ്റുന്നില്ല. ഈ ക്ലാസ്സിൽ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ആർസിം അല്ലാതെ നമ്മൾ മറ്റുള്ള മേഖലയിൽ പല പ്രഗത്ഭമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളിൽ ആ മേഖലയിൽ ആരോഗ്യവും തൊഴിലവസരവും വരുമാനം ജീവിത ചെലവും ചുരുക്കാനും മാത്രമല്ല മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റാവുന്ന ആളുകൾ എത്ര പേരുണ്ട്? കോഴിക്കോട് നിന്ന് ഇത്ര പേരിരിക്കുന്നതിൽ ആരും കൈ ഉയർത്തുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ 4 കൂടി ഒരേ കൊടക്കീഴിൽ കിട്ടുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് RCM. 4 കൂടി ഒരേ കൊടക്കീഴിൽ. അപ്പൊ നമ്മൾ ആലോചിക്കണം, അപ്പോൾ എന്ത് കിട്ടും? എന്തിന് ആർസിം ചെയ്യണം? ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ നിമിഷം മനസ്സുകൊണ്ട് നിങ്ങൾ ആർസിം ഏറ്റെടുക്കുക. ഞാൻ ആദ്യമായിട്ട് ചാലക്കുടിയിൽ നടന്ന ക്ലാസ്സിൽ ഇത് കേട്ടപ്പോൾ ഇത് 4 എൻ്റെ കുടുംബത്തെ ആവശ്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് സ്പീഡ് അച്ചീവ്മെന്റ് ആയത്. കാരണം എൻ്റെ ആവശ്യത്തിന്റെ സ്പീഡാണ് എൻ്റെ അച്ചീവ്മെന്റിന്റെ സ്പീഡായത്. ഞാൻ ആവശ്യക്കാരനായിരുന്നു, എൻ്റെ കുടുംബത്തിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെയും നോക്കില്ല. എൻ്റെ അപ്ലൈൻ എന്നെ നോക്കുന്നുണ്ടോ, എൻ്റെ ഡൗൺലൈൻ എൻ്റെ കൂടെയുണ്ടോ, എൻ്റെ വീട്ടുകാരെന്ത് പറയുന്നു, എൻ്റെ നാട്ടുകാരെന്ത് പറയുന്നു. ഞാൻ അത്യാവശ്യക്കാരനായിരുന്നു. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കോ, RCM എനിക്ക് ആവശ്യമാണോ അത്യാവശ്യമാണോ? ആവശ്യമാണെങ്കിൽ ആട്ടപ്പെടുന്ന അവിടെ 2 ബിസ്ക്കറ്റൊക്കെ തിന്നിരിക്കാം, അത് ആവശ്യമാണ്. അത്യാവശ്യമാണെങ്കിൽ അത് പോരാ. RCMനെ കുറിച്ച് കുറച്ച് ധാരണ വേണം. അത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഞാൻ പറയുന്നു, നമ്മുടെ ഈ ജീവിതത്തിൽ എത്ര ജന്മം കൊണ്ട് ജീവിച്ച് തീർക്കാത്ത സന്തോഷം RCMൽ ഈ ജന്മത്തിൽ ജീവിച്ച് തീർക്കാൻ സാധിക്കും. അത് തുടക്കത്തിൽ മനസ്സിലാവില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. RCMൽ ഒരു ഐഡിയ എടുക്കുന്നത് ഉള്ളിലേക്ക് വന്നു, ശരിയാണ്. പക്ഷെ ചിലർക്ക് വീർപ്പ് കിട്ടും. കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് വലിയ കഥയെന്നുള്ള കാര്യമല്ല. അല്ല, കല്യാണം കഴിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കല്യാണം കഴിച്ചവർ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണം കഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ട്, കഴിച്ചവർക്ക് കഴിച്ചതിന്റെ ബുദ്ധിമുട്ട്. പല ആൾക്കുണ്ട് RCMൽ ജോയിൻ ചെയ്തിട്ടും ഈ കാര്യം, ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ പല ആൾക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, RCMനെ എത്ര അടുത്തറിയാൻ നമുക്ക് സാധിക്കാനുള്ള അവസരമുണ്ടോ അവിടെയൊക്കെ നമ്മൾ ക്ലാസ്സുകളും അല്ലാതെയും ഒക്കെ നമുക്ക് അറിവുകൾ കിട്ടാനുള്ള അവസരം ഇന്ന് കേരളത്തിൽ ഉണ്ട്, പല ക്ലാസ്സുകളായിട്ട്. അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് 4 അപ്പൊ എന്തിന് RCM ചെയ്യണം എന്നുള്ളത് ധാരണയായോ? കൈയടിച്ച് പാസ്സാക്കാൻ പറ്റുമോ? എന്തിന് RCM ചെയ്യണമെന്ന് കൈയടിച്ച് പാസ്സാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതൊക്കെ ആരാണ്? ഞാനിത് എൻ്റെ അനുഭവം പറയുന്നു എന്ന് മാത്രം. നിങ്ങൾ ഇതിന് എന്തെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ചന്തയിൽ പോകാറുള്ളവർ എത്ര പേരുണ്ട്? ഇതിനാരും കൈ കൊടുത്തില്ല. എന്താ കാരണം അറിയാം? ആരും ചന്തയിൽ പോകാറില്ല. ചന്തയില്
പോവാറില്ല എത്ര പേരുണ്ടെന്ന്. ആരും പോവാറില്ലേ? കോഴിക്കോട് ചന്ത നിങ്ങളുടെ വീട്ടിലേക്ക് വരണം ചെയ്യുന്നത് അല്ല. ഇത് എന്താണെന്നറിയോ? ഇത് തരിച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അടുത്ത് നിൽക്കണം. ഞാൻ പറയുന്നു, ചന്തയിൽ നമ്മൾ പല ആളുകളും പോകാറുണ്ട്. ചന്തയിലുള്ള എല്ലാം നമ്മൾ മേടിക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ളതല്ലേ മേടിക്കാറ്. അപ്പൊ ആർസിമില് ഇതൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളത് തന്നെയാണ് ആർസിമിലുള്ളൂ. പക്ഷെ എനിക്ക് വേണം? ചിലപ്പോൾ നല്ല പൈസക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് ചിലപ്പോൾ നല്ല ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളാണ് വേണ്ടത്. പക്ഷെ ആർസിം പറയാൻ പോകുന്നവൻ അതും തിരിച്ചറിയാതെയാണ് പല ആളുകൾ ആർസിം പറയാൻ പോവുക. വലിയ ഈ നാട്ടിലെ ഇപ്പൊ ഇവിടെയുള്ള നല്ലൊരു പൈസക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് ആർസിമില് ബിഗിനറായി കഴിഞ്ഞാൽ 1000 കിട്ടുന്നു. കോടികള് ആയിട്ട് ബിസിനസ് ചെയ്യുന്നതിന്റെ അടുത്ത് ചെന്നിട്ട് ആർസിം പറയാൻ നിൽക്ക. അപ്പൊ പറയാണ് അതെ ബിഗിനറായി 1000 കിട്ടും, ഞങ്ങളുടെ കൂടെ വേണമെങ്കിൽ ചേർന്നോളെ. നന്നാവോ? ചില ആളിന് പ്രൊഡക്റ്റ് വിൽക്കാൻ പോയി. റേഷൻ അരി മേടിക്കാൻ എന്താ വകുപ്പില്ലാണ്ട് ആകെ 10 രൂപ മതി. അത് മേടിക്കാൻ കാശില്ലാണ്ട് കുന്താൽമിരിക്കുക. ആ നേരത്താണ് പറയുന്നത് ചേട്ടന് ഇത്തിരി തടി ഉണ്ടല്ലോ, സിമെന്റ് ഉപയോഗിച്ചാൽ നല്ലതാണ്. 10 രൂപ ഇല്ലാണ്ടിരിക്കുക ആള് റേഷൻ അരി മേടിക്കാനായിട്ട്. അവസരോചിതമായിട്ട് ആർക്കാണ് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വിളമ്പാൻ നമ്മൾക്ക് തയ്യാറായാൽ, മനസ്സിലാക്കി കൊടുത്താൽ ആർസിം വേണ്ടാത്ത ആരും തന്നെ ഈ ഭൂമുഖത്തില്ല. അവര് മനസ്സിലാക്കുന്നത് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാവണം. അതുകൊണ്ട് ഇതാണ് ഈ 4 കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്തിനു ആർസിം ചെയ്യണം അത് തീരുമാനമായില്ലേ? ഇനി അടുത്തതാണ് എന്തിന് ആർസിം ചെയ്യണം, എന്തിന് ആർസിം ചെയ്യണം നിങ്ങൾക്കൊരു തീരുമാനമായിട്ടുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് മനസ്സിലാവണം. ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എന്ത് കിട്ടും എന്നറിയണം അല്ലേ? ഗൾഫിലേക്ക് ഒരു വിസ തരപ്പെടുത്തി തരുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? എന്ത് തടയും? ജോലി എന്തിനാണ്? എത്ര മണിക്കൂർ ജോലിയുണ്ട്? ഏതാണ് കമ്പനി? ഇതൊന്നല്ല ചോദിക്കുക. എന്ത് തടയും അല്ലെങ്കിൽ എത്ര പൈസ കിട്ടും അതാണ് ചോദിക്കുക. അതിന്റെ കല അനുസരിച്ചാണ് ഗൾഫിൽ പോകണ പണ്ടത് തീരുമാനിക്കുന്നത്. ശരിയാണോ? അപ്പോൾ ആർസിഎമ്മിലും നമ്മൾ അടുത്ത ഘട്ടം. അപ്പൊ എന്താണ് ആർസിഎം മനസ്സിലായി, ഏതാണ് കമ്പനി എന്ന് നമുക്ക് മനസ്സിലായി, എന്തിന് ആർസിഎം ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു തീപ്പൊരി നിങ്ങൾക്ക് വീണുണ്ടാവും അല്ലെ? വക്കത്തുറു കത്താനായിട്ട് 4 ഭാഗത്തും തീ കൊടുക്കണം. വക്കത്തുറു എന്ന് പറഞ്ഞത് മനസ്സിലായ ഈ വൈക്കോല് ഉണക്കിയിട്ട് ഇങ്ങനെ ഒരു മരത്തിന്റെ അവിടെ 4 ഭാഗത്ത് ഇങ്ങനെ ആവശ്യത്തിന് എടുക്കാനായിട്ട്, ഇതാണ് വക്കത്തുറു. ഞങ്ങളുടെ അവിടെ അങ്ങനെ പറയാം. ഇവിടെ എന്നിട്ട് പറയാ വൈക്കോൽ കൂന, ചെറിയ വ്യത്യാസമുള്ളൂ. അത് കത്തിക്കാൻ 6 ആളെ ചൂട്ട് കത്തിച്ചിട്ട് 4 ഭാഗത്ത് നിർത്തണം. ഇത് കത്തിക്കാൻ വേണ്ട, ഒരു തീപ്പൊരി പോലെ കത്താനായിട്ട്. അപ്പൊ ഞാൻ നേരത്തെ എന്തിന് ആർസിം ചെയ്യണം എന്നുള്ള ഏതെങ്കിലും ഒരു തീപ്പൊരി നിങ്ങള് ദേഹത്തോ നിങ്ങളുടെ ചിന്തയിലോ വീണിട്ടുണ്ടാവും. ദേഹത്തല്ല, ചിന്തയിൽ വീണിട്ടുണ്ടാവും. വീണോര് രക്ഷപ്പെട്ടു. ഇനി ഒരു തീപ്പൊരിയും വീണിട്ടില്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കണം ആളുകൾ. ഞങ്ങൾ എല്ലാരും കൂടി ഇത് ഒന്നിച്ചിട്ട് തീരണം. ഇതിന്റെ ഇടയിലേക്ക് വീണില്ലേ തീപ്പൊരി വീഴാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ അവര് ഇവിടെ ഉണ്ടാവില്ല. മനസ്സിരുത്തി പഠിക്കും. ടീച്ചർ പറയും ക്ലാസ്സിൽ മനസ്സിരുത്തി പഠിക്കൂ, ജോലിക്കാരനാവണ്ട. ക്ലാവ് അവിടെ ഇരിക്കുന്നുണ്ട്, കൊച്ചു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മനസ്സെവിടെയാ? മനസ്സിരുത്തി പഠിക്കും. പല ആളുകളും ഇവിടെ ഇരിക്കുന്നത് പശുവിന് വെള്ളം കൊടുക്കാറായെന്ന് വിചാരിച്ചിട്ടാ. ഏത് വീട്ടില് പശുവിന് വെള്ളം ചോദിക്കും, പശു ഒന്ന് ചിറ്റിട്ടണാവോ? കോഴിക്കോട് അടയ്ക്കുന്ന സമയമായിട്ടില്ല. അത് കാരണം അത് ചിന്തിക്കുന്നുണ്ടാവില്ല. 5 മണിയുടെ ക്ലാസ് ഉണ്ടെങ്കിൽ അത് ചിന്തിച്ചിരുന്നാണ്. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന സമയം ഇവിടെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ ആർസിഎം തലമുറകൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് എന്ന് എൻ്റെ അനുഭവത്തിലാണ് നിങ്ങൾ പറയുന്നത് അല്ലെ? അനാഗാനുഭവസ്ഥരായ ആളുകളുടെ ഉണ്ട്. ഓക്കെ, എന്തിന് ആർസിഎം ചെയ്യണം അത് നമ്മൾ പറഞ്ഞു. ഇനി 4ാമത്താണ് ചെയ്താൽ എന്ത് കിട്ടും. ചെയ്താൽ എന്ത് കിട്ടും അത് പറയുന്നതിന് മുന്നേ ചെയ്തു തുടങ്ങിയാലല്ലേ അത് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ചെയ്തു തുടങ്ങാൻ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ആർസിഎം എന്താന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടോ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ലതാന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല ആർസിഎമ്മിലൂടെ ആളുകൾക്ക് ആർസിഎമ്മിലൂടെ വലിയ ജീവിത വിജയങ്ങളും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റാം.
ആർസിമില് നിലനിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നിലനിൽക്കാനുള്ള മാനസികമായിട്ട് നമ്മൾ വിശ്വാസത വരാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ വന്ന വിശ്വാസത ആളുകള് അതിനെ മറികടന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതില് നമ്മൾ ചഞ്ചലിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 1000 രൂപ മുതൽ 50 ലക്ഷം വരെ കിട്ടാനുള്ള അവസരമുണ്ട്. ഇത് കൈയടിക്കത്തെന്നറിയോ? ഈ 50 ലക്ഷം എന്ന് പറയുമ്പോ അത് കഴിച്ചിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഇത്ര വിടല് വേണോ, എത്ര വിടല് വേണോ എന്നുള്ളതാണ് ഞാനും ചിന്തിച്ചതാ. അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആളുകൾ അവര് ചിന്തിക്കും, ഒരു മാസം 50 ലക്ഷം കിട്ടുക എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമാണോ? ഒരു ജീവിതം തന്നെ മുഴുവൻ പണിയെടുത്താലും 50 ലക്ഷം ഒരുമിച്ച് കാണാത്ത ആളുകളായിരിക്കും ഭൂരിഭാഗം ആളുകൾ. ആ സ്ഥാനത്താണ് ഒരു മാസം 50 ലക്ഷം കിട്ടുന്ന പറയുമ്പോൾ ബുദ്ധിയുള്ളവർ വിശ്വസിക്കില്ല, വിവരമുള്ളവർ വിശ്വസിക്കില്ല, ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോ എനിക്ക് വിശ്വാസമായി. എന്താ കാരണം? അത് പതുക്കെ പതുക്കെ കിട്ടി തുടങ്ങിയപ്പോ. സ്റ്റാർ എമറാൾഡ് എന്ന് പറയുമ്പോ എത്രാമത്തെ സ്റ്റെപ്പ് സാറേ? 15ാമത്തെ സ്റ്റെപ്പ് അല്ലേ? തെറ്റിട്ടുണ്ടാ? ഇപ്പൊ സ്റ്റെപ്പ് ഒന്ന് നോക്കിയല്ലേ കാണുന്ന സ്റ്റെപ്പൊക്കെ ചടിയൂര. അത് തന്നെ 1, 2 ഒന്നും എണ്ണാനായില്ല. അല്ല, ഇത് ഇവിടെ 3 എണ്ണം, ഇതൊന്നും എണ്ണിയില്ല ഞാൻ കയറിയപ്പോ. മുന്നിൽ കാണുന്ന സ്റ്റെപ്പ് കയറുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. നിങ്ങളുടെയോ? എനിക്ക് അഭിമാനത്തോടെ കൂടി പറയാൻ പറ്റുന്നേ, ഇദ്ദേഹം ഇന്ന് സ്റ്റാർ എമറാൾഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി ഇന്ന് കൊമ്പിടിയിലും ഞങ്ങളുടെ പരിസര പ്രദേശത്തൊക്കെ ബിസിനസ് പറയുന്ന സമയത്ത്, ആർസിമിനെ പറയുന്ന സമയത്ത് ചഞ്ചലിച്ച് നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ ഞാൻ ഒരു തുരുപ്പ് ചിട്ടായിട്ട്, എന്താണ്, ഒരു മാതൃകയായിട്ട് പറയുന്ന ഒരു വ്യക്തിത്വമാണ് വേണുഗോപാൽ സാറ്. നല്ലൊരു കൈയടി ഇദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാം. കാരണം എന്താണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഗവൺമെന്റ് നിശ്ചയിച്ച രീതിയിൽ ഈ ഇവിടെ നടക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കാനും അതിന്റെ ഒരു കാര്യം മനസ്സിലാക്കി ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കാനും തയ്യാറായ ഒരു വ്യക്തിത്വം. അങ്ങനെ പല കമ്പനിയും എടുത്തു നോക്കി, മാറ്റി വെച്ച് നോക്കി, അവിടെ ഏറ്റവും നല്ല കമ്പനി, നല്ല എന്താണ്, അഭിമാനത്തോടു കൂടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങള് ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വില കുറവിന് കൊടുക്കുന്ന ഒരു കമ്പനി ഏതാണെന്ന് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. ആ പേരാണ് RCM. അദ്ദേഹം റിട്ടയർഡായി വന്നതിന് ശേഷം ആദ്യം വീട്ടിലേക്കല്ല പോയത്, ആർസിമിന്റെ ഷോപ്പ് എവിടെയെന്നായി നോക്കിയിട്ടാണ് പോയത്. എന്താ കാരണം? ഇത്രയും നല്ലൊരു കമ്പനിയിൽ അങ്ങോട്ട് ചെന്ന് ജോയിൻ ചെയ്ത ആളാണ് നിങ്ങളുടെ ലീഡർ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരുന്ന ഒരു വ്യക്തി ഇന്ന് ആർസിമിനെ ഏറ്റെടുത്ത്, ഇന്ന് അച്ഛനും മകനും ഒരേ രീതിയിൽ ഇന്ന് ആർസിം ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിതൊരു വിശ്വസത ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. പക്ഷെ അതിനെ മനസ്സിലാക്കി പഠിച്ച് ഇന്ന് കുടുംബമടക്കം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് പോരെ, എന്റെ വാക്കുകളൊന്നും വേണ്ട, അത് മതി നിങ്ങൾക്ക് ആർസിം ഏറ്റെടുക്കാൻ. നല്ലൊരു ഐഡിയ കുടുംബത്തിന് വേണ്ടി കൊടുക്കാം. അപ്പോൾ ചെയ്താൽ എന്ത് കിട്ടും? അതിനു മുന്നേ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഉള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ? അതിന് തരണം ചെയ്ത് എന്റെ ജീവിത അനുഭവത്തിൽ വന്ന കുറച്ച് പോയിന്റുകൾ നിങ്ങളുടെ മുന്നിൽ ഒന്ന് വെക്കാം. കാരണം ഒരാൾ RCM എന്താണ് എന്ന് മനസ്സിലാക്കി, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ നല്ലതാണെന്ന് മനസ്സിലാക്കി, ഇതിലൂടെ എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് മനസ്സിലാക്കി, അങ്ങനെ ഇതിലൂടെ നേട്ടം കിട്ടുക എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ പലർക്കും അതിലൂടെ മുന്നേറാൻ പറ്റില്ല, പലർക്കും അത് നേടാൻ പറ്റില്ല. അത് നേടാൻ പറ്റുന്നതിന്റെ കാരണം അതാണ്. ആ പോയിന്റ് ഒന്ന് കാണിക്കുക സാറേ, ഇതൊന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കിട്ടും എന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ചെയ്യണം എന്ന് പറയാം. അപ്പോൾ എന്താണ് ചെയ്താൽ എന്ത് കിട്ടും അത് ഞാൻ പറയും. പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ മറികടക്കാൻ പറ്റാത്തതാണ് നമുക്ക് ഇതിൽ എന്ത് കിട്ടും. ഞാൻ പറഞ്ഞ 1000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ കിട്ടും അല്ലെ? അപ്പൊ എന്ത് കിട്ടും മനസ്സിലായി? വരുമാനം, ബാക്കി ആരോഗ്യം കിട്ടും, മറ്റുള്ള നന്മയാണ്, 100% ഇന്ത്യൻ ഉൽപ്പന്നമാണ്, അതുകൊണ്ട് ദേശസേവനുണ്ട്, അതിലൂടെ ടൂറ് ഇഷ്ടംപോലെ പോവാം, മറ്റുള്ളവർക്ക് എന്താണ് ഒരു ഹെൽപ്പ് ചെയ്യാം, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി കിട്ടും, നമുക്ക് ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും കാണാൻ പറ്റും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിലേക്ക് ഇന്ന് പല ആളുകൾക്കും എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ കാരണം ഈ പറയുന്ന പോയിന്റുകളാണ്. വിജയിക്കാനായി ഒഴിവാക്കേണ്ട 7 കാര്യങ്ങൾ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ എങ്ങനെ വിജയത്തിലേക്ക് നയിക്കാം എന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് പുറപ്പെടുമ്പോഴും ചില പ്രശ്നങ്ങളായിരിക്കും നമ്മളാൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്
വിജയിക്കാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കേണ്ട 7 കാര്യങ്ങൾ. തയ്യാറാണോ? ഒരു കീസോൾ കൈയടി അടിച്ചിട്ട് നമുക്ക് ആ പോയിന്റിലേക്ക് പോവാം. ഇവിടെ ഉണ്ടല്ലേ കീസോൾ കൈയടി, കുമ്പിടിയിലുണ്ട്. ഞാൻ ചോദിച്ചു ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇവിടെ ഉണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? ആ കൊമ്പിടിയിലത്തെ RCM തന്നെയാണ് ഇവിടുത്തെ RCM. ഇത് തന്നെയല്ലേ രാജസ്ഥാനിലും, ഇത് തന്നെയല്ലേ മറ്റുള്ള സ്ഥലത്തും, ഇന്ത്യയിലൊക്കെ. അപ്പൊ നമ്മളെല്ലാവരും ഒരേ ഫാമിലിയാ. പല ആളുകൾ വിചാരിക്കുന്നു ഇത് അങ്ങനെയല്ല. RCM ആണ് നമുക്കെല്ലാവരും സിരകളിൽ. ശരിയാണോ? ആ സിരകളില് RCM ഉള്ള ആളുകൾ ഒരു തീപ്പൊരി കൈയടിച്ചതോടെ കണ്ട കാരണം അറിയോ? പല ആളുകൾ ചിന്തിച്ചു ഇപ്പൊ ഇയാളിപ്പൊ തന്നെയല്ലേ കൈ അടിപ്പിച്ചോളോ. അതായത് പോകുന്നതിന് മുന്നേ ആ രേഖ ഒന്ന് ചെറുതായിട്ടൊന്ന് മായ്ച്ചിട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ കൈ ചോന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ RCMല് മനസ്സിലാക്കില്ല എന്നർത്ഥം. കൈ ചോന്നിട്ടില്ലെങ്കിൽ ഇനി ആരെങ്കിലും കുങ്കുമൊക്കെ വാരി തേച്ച് ചോദിപ്പിക്കണ്ട. കൈയടിച്ച് ചോന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, മുകേഷ് കൊട്ടാരി പറഞ്ഞ ഞാൻ പറഞ്ഞില്ല അല്ലേ, കൈയടിക്കുന്നതിന്റെ അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുകേഷ് കൊട്ടാരി പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയൊക്കെ ഉണ്ട് അല്ലെ, ശരിയാണോ? ദിനകരൻ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ 100 ആൾ നോക്കിയേ, ആളുകളെല്ലാവരും ഇങ്ങനെ ദിനകരനെ പ്രഖ്യാപിച്ചു. ദിനകരൻ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ആളുകളെല്ലാവരും ഇങ്ങനെ ദിനകരൻ അംഗീകരിച്ചിട്ടുണ്ടാവോ? ദിനകരൻ പ്രസിഡന്റ് ആവേണ്ട ഇഷ്ടമില്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അത് കൈയടിച്ച് പാസ്സാക്കുമ്പോഴാണ് അത് നമ്മള് ധാരണ വന്നു, നമ്മൾ അത് തീരുമാനം ഉറപ്പിക്കുന്നത്. ശരിയാണോ? അതേപോലെ ഓരോ പോയിന്റുകളും പറയുമ്പോൾ കൈയടിപ്പിക്കുന്നത് എന്തിനാണ്, കൈയടിക്കുന്നത് എന്തിനാണ്? മുകേഷ് കൊട്ടാരി സാർ പറഞ്ഞത് നമ്മൾ പുസ്തകത്തിൽ എഴുതിച്ചിട്ടുണ്ടാവും, പക്ഷെ പല ചിന്തയിലും നമ്മൾ കേട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ അത് ബ്രെയിനിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് ഈ കൈയടിച്ച് ഉറപ്പിച്ച് അവിടെ ആണി അടിച്ച പോലെ ആ പോയിന്റ് കയറ്റി വെക്കുന്ന പണിയാണ് കൈയടിച്ച് പാസ്സാക്കൽ. കാരണം എന്താണ്? ഇത് നമ്മുടെ തീരുമാനം. ചില ആളുകള്, ഒരാള് രാജസാറ് പറഞ്ഞു, ആള് ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം കേട്ടാ, ഇതിന്റെ ഇടയിൽ വന്ന് വരരുത്. രാജസാറ് പറഞ്ഞു 100 മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മിനിമം ഒരു ടെക്നിക്കൽ ആവും. 100 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരാള് ടെക്നിക്കൽ ആയിരിക്കും. ഇയാൾ എണ്ണി 10, 11, 12, 75 ആയി. അത് കഴിഞ്ഞിട്ട് 99 ആയപ്പോ രാജസാറ് പറഞ്ഞു ഇനി 1 മീറ്റിംഗ് കൂടി അറ്റൻഡ് ചെയ്താൽ ഞാൻ ടെക്നിക്കൽ ആവുന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതുവരെ സ്റ്റാർ പോലും ആയിട്ടില്ല. അപ്പൊ 100 മീറ്റിംഗ് ഇയാള് എന്താ ചിന്തിച്ച, 100 മീറ്റിങ്ങിന് ചെന്നിരുന്ന് കൈയടിക്കലാണ് ആള് പരിപാടി. ക്ലിയറായ? അപ്പൊ 100 മീറ്റിങ്ങിൽ ചെന്നിരിക്കുമ്പോൾ അത്ര അറിവുകൾ കിട്ടും. ആ അറിവുകൾ നമ്മൾ പ്രാവർത്തികമാക്കും. അപ്പോഴാണ് റിസൾട്ട് കിട്ടുക. അല്ലാണ്ട് 100 മീറ്റിങ്ങിൽ നിന്ന് കൈയടിച്ചാൽ നന്നാവോ? ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് നേരത്തെ ഓടക്കോട്ടിന്റെ കഥ പറഞ്ഞാൽ. ഓക്കെ, നോക്കൂ. വിജയിക്കാനായിട്ട് ഉള്ള 7 പോയിന്റ് നോക്കൂ. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം. നിങ്ങൾ RCMലൂടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ഒഴിവാക്കണം. ആ വെള്ളം കൂടെ മാറ്റിവെക്കണം. എന്റെ കുഞ്ഞുമായിക്ക് എന്ത് തോന്നും, വല്യമാവന് എന്ത് തോന്നും, എന്റെ അയൽക്കാർക്ക് എന്ത് തോന്നും, എന്റെ പെങ്ങൾക്ക് എന്ത് തോന്നും, എന്റെ കൂട്ടുകാരത്തേക്ക് എന്ത് തോന്നും, അവർക്ക് എന്ത് തോന്നുന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ എന്തിനിത് ചെയ്യണം, ഞാൻ ഇത് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്തെയാണ്? ഇന്ന് പല ആളുകളും RCMനെ വിട്ടുപോകുന്നതും ചെയ്യാതിരിക്കുന്നതും മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചിട്ടാ ആണല്ലേ. ഇത്രയും സുന്ദരമായ ഒരു അവസരം കിട്ടിയിട്ടും, സുന്ദരമായ ഉൽപ്പന്നങ്ങൾ കിട്ടിയിട്ടും, സുന്ദരമായ വിജയിക്കാനും വരുമാനം നേടാനും ഒരു അവസരം കിട്ടിയിട്ടും ഇത് ഇത്രയ്ക്കും RCM ജനങ്ങൾ ഏറ്റെടുത്ത് അതിലൂടെ വിജയിക്കുന്ന ആളെ കണ്ടിട്ടും വരുമാനം നേടുന്നത് കണ്ടിട്ടും അവരവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ചെങ്കിലും പൈസ വന്നിട്ടും 6 മാസം കഴിഞ്ഞ ഫ്രീ പ്രോജക്റ്റ് കിട്ടിയിട്ടും എന്നിട്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പോരാ, ഇനി സന്തോഷിക്കാം. ഞാൻ RCMൽ വന്നപ്പോൾ മാറ്റാറായില്ല സാറേ, ഇതിൽ കുറച്ച് പറയാനുണ്ട്. ഞാൻ RCMൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ വരെ
എന്നോട് പറഞ്ഞു, നീ ഭാര്യനും പിള്ളേരും പട്ടിണിക്കിടാനുള്ള പരിപാടിയാണോ? എന്ത് കളിയാണ് നീ കളിക്കുന്നത്? ഈ കളി കുടുംബത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം പറഞ്ഞ? അച്ഛനെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം എന്താ പറഞ്ഞത്? മരപ്പണിക്ക് പോകുന്ന ഒരാള് വേറൊരു വരുമാനത്തിന് വേണ്ടി പലചരക്കും നടത്തി മരപ്പണി നടത്തുന്നതിന്റെ ഇടയിൽ ഉണ്ട് മീറ്റിങ്ങിന് പോണു. ഏത് ആർസിന്റെ മീറ്റിങ്ങിന് പോണു. കാരണവര് സമ്മതിക്കില്ല. അപ്പോഴാണ് അച്ഛന്റെ ഡയലോഗ്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഈ കുടുംബത്തിന്ന് എന്നെ പടിയിറക്കി പിണ്ണം വെച്ചാലും കുഴപ്പമില്ല, ആർസ്യം ചെയ്തിട്ട് ഞാൻ നടന്നു. ഇത് പറയാൻ ധൈര്യം വേണം. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടാ? ആർസ്യം എന്ത് നമുക്ക് തരും എന്ന് ബോധ്യമുള്ളവർക്കാണ് ഈ ധൈര്യം കിട്ടുക. ഭാര്യ പറയും, ചേട്ടൻ ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവും. ചിലര് അവിടെ തളർന്നു. ചിലര് പറഞ്ഞു, എന്താണ് ഈ കുടുംബത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണ് നീ ചെയ്യുന്നത്, അതുകൊണ്ട് നീ ചെയ്യണ്ട. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും? ഇത്രയും പഠിച്ചിട്ട് നീ ഇപ്പൊ ഉപ്പും വലിയ മുളക് വെക്കാൻ പോവേ? ശരിയല്ലേ പറഞ്ഞത്? എന്താണെന്ന് അറിയാത്തത് കൊണ്ട് എന്നോടും പറഞ്ഞു. പക്ഷെ ഇന്ന് ആരെങ്കിലും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ എനിക്ക് ആർസ്യം പറയാൻ ഒരു തരത്തിലും എനിക്ക് സൗകര്യം തരില്ല. അപ്പൊ ആളാണ് ഡയമണ്ടാണ് കഥയൊക്കെ പറയുന്നത്. അവൾ പറയും, നിങ്ങൾക്ക് ആർസ്യം ചെയ്തോളെ. ആര് അച്ഛന് എന്ന് പറയുന്നത്? എന്നോട് നിന്റെ കുടുംബത്തിന് പുറത്താക്കുന്ന പറഞ്ഞാള്. എന്താ കാരണം? വിജയിച്ചു വരുമ്പോൾ എല്ലാവരും നമ്മളെ സ്വീകരിക്കും. വിജയിച്ചു നിൽക്കുമ്പോൾ എല്ലാവരും നമ്മളെ സ്വീകരിക്കും. പക്ഷെ നമ്മളൊരു കാര്യത്തിലേക്ക് ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾ നമ്മളെ സമ്മതിക്കില്ല ചെയ്യാനായിട്ട്. തവടെണ്ണ ടാറിന്ന് എടുക്കുന്ന പറയുന്ന ആളുകൾ എന്റെ വീട്ടുകാരുണ്ട്. ഇതൊന്നും പോസ്റ്റ് ചെയ്തിട്ടാ. ഞങ്ങളുടെ കല്യാണ കുടിക്കൊക്കെ പോണ്ടതാ. എന്താണ് എന്റെ വീട്ടിൽ പോലീസ് വരും എന്ന് പറഞ്ഞു. കാരണം എന്താണ്? തവടെണ്ണ കുടിച്ചിട്ട് കുറെ ആളും ചാവും. അപ്പൊ നിന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരും. സത്യത്തില് പോലീസൊക്കെ വന്നു വീട്ടില്. പോലീസ് വന്നു, പട്ടാളം വന്നു. കാരണം എന്താണ്? ആർസിമിലുള്ള പോലീസുകാരും പട്ടാളം വന്നു. അപ്പൊ അവര് പറഞ്ഞത് തെറ്റൊന്നുമില്ല. അവര് എന്താണ് ആർസിം എന്താന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും തൃപ്തിപ്പെടുത്തി ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് തൃപ്തിയുണ്ടോ അത് നമ്മൾ ചെയ്യൂ. നമ്മുടെ വിജയം കൊണ്ട്, നമ്മുടെ മാറ്റം കൊണ്ട് മറ്റവർക്കും തൃപ്തി പെടും. അത് മനസ്സിലാവുന്നവരെ നമ്മൾ ചെയ്യാം. TCG എന്താ പറഞ്ഞ? നിങ്ങൾ ചെയ്തു കാണിക്കൂ, നിങ്ങളിലുള്ള മാറ്റം മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അവര് ചെയ്യും. തവടെണ്ണ ടാറിയെന്നാന്ന് പറഞ്ഞ ആളുകളെ വീട്ടില് ഇന്ന് 4 തവടെണ്ണയാണ് കഷ്ടത്തിൽ കൊണ്ടുപോകുന്നത് വീട്ടിൽ നിന്ന്. ഇത് ഇന്നിപ്പോ തവടെണ്ണ ഇല്ലാണ്ട് ഒരു ഇതില്ല. കുളിക്കാനും കണ്ണിൽ ഒഴിക്കാനും തലയിൽ തേക്കാനും ഈ ടാറിന്ന് എടുത്തതാണ് അവർക്ക് വേണ്ടോ. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ല. ആര് പറഞ്ഞപ്പോ? ഞാൻ തവടെണ്ണ കൊടുത്ത് കുറെ ആളുകൾക്ക് ഗുണം കിട്ടിയത് ഇവരെ ചവിട്ടിൽ കേട്ടപ്പോൾ ഇപ്പൊ തവടെണ്ണ ഇല്ലാണ്ട് ഒരു പരിപാടിയും ഇല്ല. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ ആളുകൾ നമ്മൾ എതിർക്കുന്നത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത കാര്യം കൊണ്ട് നമ്മൾ ആർസിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായ കാര്യം പാറ പോലെ ഉറച്ചു നിൽക്കണം. ധൈര്യമുണ്ടോ? അല്ലാണ്ട് ഈ കാലൊക്കെ ചേമ്പുണ്ടാളുമാരി ഇങ്ങനെ അടിക്കുന്ന ആളുകൾക്ക് പറഞ്ഞുള്ളതല്ല ആർസ്. നല്ല മുട്ടുറപ്പുള്ള ആൾക്ക് പറഞ്ഞുള്ളതാ. ആ മുട്ടുറപ്പുള്ള ആളുകൾ മാത്രമേ കഴിക്കും. അല്ലാണ്ട് തുപ്പിയാൻ ധരിക്കുന്ന മൂക്കും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പറഞ്ഞുള്ളതല്ലാണ്. അവർക്കാണ് കുഞ്ഞമായി പ്രശ്നം, വല്യമാവൻ പ്രശ്നം. വല്യമാവൻ പറഞ്ഞു, നീ ഈ സാധനം കൊണ്ടുപോവാണെങ്കിൽ ഇനി വല്യമാവന്റെ കാര്യം പറയുമ്പോ എന്റെ ഭാര്യയുടെ അമ്മാനച്ചന്റെ കാര്യം പറയണ്ട. ആള് മരിച്ചുപോയി. നാട്ടികയില് ആണ് എന്റെ ഭാര്യയോട് തൃപ്പയാറ്. അവിടെ എന്റെ വൈഫ് ജിഷ അവിടെ ഉൽപ്പന്നം കൊണ്ടുപോയപ്പോൾ മാമൻ പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്, അതുകൊണ്ട് ഈ നാട്ടിൽ എനിക്ക് ഇത്തിരി പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ട് നാളെ എനിക്കൊരു പേര് ദോഷം ഉണ്ടാക്കി വെക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പരിസരത്തൊന്നും നിങ്ങൾ സാധനങ്ങൾ കൊടുക്കരുതെന്ന് ആരോട് പറഞ്ഞു? അത് അവനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആരോട്? എന്നോട് പറഞ്ഞേക്കാൻ. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഈ പരിസരത്തായിരിക്കും എന്റെ ബിസിനസ് ഞാൻ വളർത്താം. അവരെ തൊട്ടയിലേക്കെത്തുന്നാണ് ഞാൻ ഷൈൻബാബു സാറിനെ സ്റ്റാർ പേള ചോറാക്കിയത്. തൊട്ടയിലേക്കെത്ത് അതല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് തെപ്പുകാരെ ഞങ്ങളുടെ വാടനപ്പള്ളി ആ മേഖലയല്ല. നമുക്കൊരു വാശി വേണം. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലടാന്ന് പറയുമ്പോൾ
വീട്ടിൽ കയറി പായം തല്ലിട്ട് കിടന്ന് പുതച്ച് ഉറങ്ങല്ല വേണ്ടത്. ഇത് ചാടി ഇറങ്ങി പുറപ്പെടണം. തയ്യാറാണോ? തയ്യാറാണോ? ആറട്ടപ്പുഴ പൂരം ഉണ്ട് അവിടെ. ആറട്ടപ്പുഴ പൂരം എത്ര പേര് കേട്ടിട്ടുണ്ട്? 10, 100, 100 ചിലാൻ ആനയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പൂര. ഈ ആറാട്ടപ്പുഴ പൂരം തേവര് തൃപ്രയാർ എന്നാണ് തേവര് ശ്രീരാമസ്വാമിനെ തേവര് എഴുന്നള്ളിച്ച് വരിക. അങ്ങനെ എഴുന്നള്ളിച്ച് വരുന്ന സമയത്ത് ഈ ആന കൊട്ടും ഇതൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഈ ചില കവലകളിൽ നിന്നിട്ട് ഈ ആനനെ കണ്ട് മേളൊക്കെ കണ്ടിട്ട് ചില ചാവാലി പട്ടികൾ കിടന്ന് പരയ്ക്കും. പട്ടി ഇന്ന് വരയ്ക്കും ഒരു ആനയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതേത് പട്ടി പരയ്ക്കുന്നു. അതേപോലെ ഇങ്ങനെ നെടുനീർന്ന് ആർസിമിലിങ്ങനെ നടന്നു പോണം. പല ചാവാലി പട്ടികളും സൈഡിലൊക്കെ നിന്ന് കുരയ്ക്കും. ആ കുര കേട്ട് ഈ നടത്തം ആരാണ് അവസാനിക്കുന്നത്? അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ആർസി അല്ലെ. ആരെങ്കിലൊക്കെ കുറച്ചുണ്ടാവും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്നവരെ നേരെ കുറച്ചുണ്ടാവുള്ളൂ. വീട്ടിലെ ആട്ടപ്പൊടിയും തവിടനും ബിസ്ക്കറ്റ് ഇരുന്ന് തിന്ന ആളുകൾ നേരെ ആരും കുറച്ചുണ്ടാവില്ല. ശരിയാണോ? ശരിയാണോ? ഇനി അടുത്ത പോയിന്റ്. അപ്പൊ എല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ആർസി വിജയിക്കാൻ പറ്റില്ല. നമ്മൾക്കാണ് തൃപ്തി വേണ്ടത്. അവർക്ക് തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറ്റി കാണിച്ചോടണം. അടുത്ത പോയിന്റ് സാറേ, മാറ്റത്തോടുള്ള ഭയം ഒഴിവാക്കണം അല്ലേ? നിങ്ങളുടെ നാട്ടില് മരപ്പണിക്കാരൻ മരപ്പണിക്ക് വരുന്നത് ഈ വേഷത്തിലാണോ? പുളിസഞ്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണോ? അല്ല, ഈ വേഷത്തിൽ അഥവാ ഏതെങ്കിലും മരപ്പണിക്കാരൻ വന്നാൽ അയാളെ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കില്ല. അങ്ങനെ ഒരു മരപ്പണിക്കാരൻ ഇന്ന് ആർസിമിന്റെ ഈ വേഷം ധരിച്ച് ഇത്ര ആത്മാർത്ഥത്തോടു കൂടി, ഇത്ര വിശ്വാസത്തോടു കൂടി, ഇത്ര ധൈര്യത്തിൽ ഇവിടെ നിങ്ങളുടെ ഇത്ര ആളുകളുടെ മുന്നിൽ നിൽക്കണമെങ്കിൽ എന്താണ്? മാറ്റത്തോടുള്ള ഭയം എന്റെ ലീഡേഴ്സ് എന്നിൽ നിന്ന് മാറ്റുക. മാറണമെന്ന് ഞാൻ തീരുമാനിച്ച ലീഡേഴ്സ് മാറ്റണമെന്ന് വിചാരിച്ചാലും നമുക്ക് മാറാൻ പറ്റില്ല. പക്ഷെ മാറണമെന്ന് ഞാൻ തീരുമാനിച്ചു. മാറ്റം ലീഡേഴ്സിലൂടെ കൊണ്ടുവന്നു. ആദ്യമായിട്ട് കറൂറ്റിൽ പ്രോഗ്രാമിൽ ആദ്യത്തെ ടൈ എനിക്ക് കെട്ടി തന്നത് സാക്ഷാൽ മൂർത്തി സാറാ. അഭിമാനത്തോടുകൂടി പറയുന്നു. അന്ന് അദ്ദേഹം എമറാൾഡ് കണ്ണാണ്. അങ്ങനെ അദ്ദേഹം കെട്ടി തന്നപ്പോൾ അന്നത്തെ സത്യം പറയല്ലോ, അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചിട്ടില്ല. എന്താ കാരണം അറിയോ? ഈ തൊണ്ടയിൽ ഇത് കുടുങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഊണായി ഒരു ഗ്ലാസ് വെള്ളം ഇറങ്ങില്ല. ഇതൊക്കെ മരപ്പണിക്കാരുടെ ശീലങ്ങളാണ്. ഇത് ശീലമുള്ളതല്ല. കാരണം ശീലമില്ലാത്തൊരു കാര്യം ഈ കുടുക്ക് വന്നതിന് ശേഷം ഞാൻ എത്ര വിഷമിച്ചിട്ടാണെന്നറിയോ ഒരു തുള്ളി വെള്ളം ഇറക്കിയത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് സജീവേ നിന്റെ കൂലിപ്പണിയല്ല, ഇത് ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. അതുകൊണ്ട് നീ മാറണം. നിന്റെ മാറ്റം കണ്ടിട്ടായിരിക്കണം ആളുകൾ നിങ്ങളുടെ കൂടെ വരേണ്ടത്. അതുകൊണ്ട് ഞാൻ എനിക്ക് ബുദ്ധിമുട്ടായാലും ഈ വേഷം അണിയാൻ തയ്യാറായി. പിന്നെ പറഞ്ഞു ഇഞ്ച് ചെയ്യണം, ഷൂ ഇടണം, ബെൽറ്റ് ഇടണം, ഇങ്ങനെ കോട്ട് ഇടണം. ആലോചിച്ച് നോക്കൂ. കോട്ടിട്ടപ്പോ കൊമ്പിടിയിലൊക്കെ ആളുകൾ പറഞ്ഞു ദേശാറ് പോണ് കളിയാക്കിയിട്ട്. എത്ര പുച്ചിക്കലും കളിയാക്കലും കേട്ടിട്ടുണ്ടെന്ന് അറിയോ? പല ആളിനും തളരും. ഞാൻ പറയുന്നു, നിങ്ങൾ ആർസം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ഒരു ഏണി കൊണ്ട് നിങ്ങൾ തെങ്ങാറാൻ പോയിക്കേ നല്ല പണിയാണ് മോനെ ചെയ്തോന്ന് പറയും. ഒരു ഓട്ടോറിക്ഷ മേടിച്ച് ഓടിച്ചോക്കിയേ നല്ല പണിയാണ്. നിങ്ങൾ പെയിന്റ് പണി നോക്കിക്കേ നല്ല പണിയാണ്. നിങ്ങളൊരു പെട്രോൾ അടിക്കാൻ നോക്കിയേ നല്ല പണിയാണെന്ന് പറയും. പക്ഷെ ആർസ്യം പറഞ്ഞ് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ അവര് ചോദിക്കും, നിനക്ക് വേറെ ജോലിയൊന്നും കിട്ടില്ലേടി. അത് കേൾക്കുമ്പോൾ അവിടെ നമ്മള് ഭയക്കുന്നവർക്കുള്ളതല്ല. ഭയക്കുന്നവർക്ക് ഈ ലോകം പോരാണ്ട് വരും ഓടാൻ. ഒരു പട്ടി നിങ്ങളെ ഓടിക്കാണ്. പട്ടി ഓടിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഓടി കഴിഞ്ഞാൽ പട്ടി വിടില്ല. പട്ടി ഓടിക്കുന്നതിനനുസരിച്ച് ഓടി കഴിഞ്ഞാൽ വിടില്ല. അതുകൊണ്ട് ആളുകൾ പറയുന്നതിനനുസരിച്ച് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തുള്ളിക്കൊണ്ടിരിക്കും. ആ തുള്ളലില് ജീവിതം തീരും. ഞാൻ പറയുന്നു, ആ കുറച്ച് ചാടി തുള്ളി വരുന്ന പട്ടിയുടെ മുന്നില് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കാനായിട്ട് ആർക്കാണ് പറ്റുന്നത്? അവന് പറഞ്ഞുള്ളത് ആർസിയം. ഞാൻ നിന്നിട്ടുണ്ട്. ഇന്ന് ഞാനും ബിജു സാറൊക്കെ ഞങ്ങളെ കളിയാക്കിയ ആളുകളുടെ മുന്നില് ഈ കോട്ടൊക്കെ ഇട്ടിട്ട് പെട്രോൾ അടിക്കാനായിട്ട് വണ്ടി ഇറങ്ങണ. ഇന്ന് ഇപ്പോഴത്തെ കാറിന്റെ സ്ഥിതി അനുസരിച്ച് പെട്രോൾ അടിക്കാൻ വണ്ടി ഇറങ്ങണ പറയും വേണ്ട. പക്ഷെ കൊമ്പിടിയിൽ പെട്രോൾ അടിക്കാൻ ഞങ്ങൾ വണ്ടിയുമ്പോ എന്താ ഇറങ്ങിയിട്ട് കുറെ ആളുകളെ പിടിച്ച്
കളിയാക്കിയതാ മുന്നില് ഞങ്ങൾ ഇങ്ങനെ നിൽക്കും വെറുതെ. മനസ്സിലായ? വീട്ടിൽ നിന്നിട്ട് പോരും ഈ ജാതി. മനസ്സിലായ? അല്ലാണ്ട് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ പോയി ട്രെയിനിൽ വന്ന കാരണമാണ്. വീട്ടിൽ നിന്ന് വണ്ടി നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ടാണ് വരിക. അന്നൊരു പെട്രോൾ പമ്പിലൊക്കെ വെറുതെ നിൽക്കും. എന്താണ് അത്? അതായത് നമ്മുടെ വിജയം നമ്മുടെ കൈപ്പിടിയല്ല. എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ചാടിത്തുള്ളാനുള്ളതല്ല നമ്മുടെ ജീവിതം. അത് കഴിഞ്ഞു. ഇത്ര നാളൊക്കെ തുള്ളി, ആർക്കും ഗുണമുണ്ടായില്ല. ഗൾഫിൽ ജോലി ചെയ്തു, പട്ടി പോലെ നാട്ടിൽ പണി ചെയ്തു, ബുദ്ധിമുട്ടുകൾ വന്നു, കഷ്ടപ്പാട് വന്നു, പുച്ഛിക്കാനും കളിയാക്കാൻ ആളുണ്ടാവുള്ളൂ, ഒരു സഹായത്തിന് ഒരാളുണ്ടായില്ല. പക്ഷെ RCM നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് സ്വന്തം കാലിൽ നിന്ന് വിജയിക്കാൻ ഏത് തലത്തിൽ വേണമെങ്കിൽ വിജയിക്കാൻ പറ്റിയുള്ള ഒരു സൂത്രവാക്യമാണ് നമ്മുടെ കയ്യിൽ. വിട്ടുകളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദോഷമായിട്ട് മാറും. ഭൂതകാലത്തിലെ ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ്? പല ആളുകളും പല പ്രസ്ഥാനത്തിലും ചെന്ന് തല വെച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞില്ല, 1 വെച്ച 2, 2 വെച്ച 4, അതൊക്കെ പറഞ്ഞ് കാശും പോയിട്ടുണ്ടാവും, മറ്റുള്ള കാര്യങ്ങളുണ്ടാവും. എന്റെ കൂട്ടുകാരന് അത് ചെയ്ത് പൊളിഞ്ഞു, ഇവര് അത് ചെയ്ത് പൊളിഞ്ഞു, അവര് പൊളിഞ്ഞു, ഇവര് പൊളിഞ്ഞു, അല്ലെ? ഇതൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്? RCMൽ വിജയിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? ഒരു കട വന്നു, കട അടച്ചുപോയി. അവിടെ ഒരു കട അടച്ചു പോയല്ലോ. അവൻ 2 വർഷമായിട്ട് RC ചെയ്യണ്ടല്ലോ, അവൻ ഇപ്പൊ കൈക്കൊട്ടാളിക്കാണല്ലോ പോണത്. പക്ഷെ അവരെ മുന്നിൽ വിജയിച്ചുള്ള സ്റ്റാർ എമറാൾഡും ടെക്നിക്കലൊക്കെ ഉണ്ടാവും. അവരാരും അറിയില്ല. എന്താ കാരണം? അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൻ RC ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ തോറ്റ ചരിത്രങ്ങൾ, തോറ്റുകൊണ്ടിരിക്കുന്ന ആളും തോറ്റ ചിന്താഗതിയുള്ള ആളെന്ന് പറയും. വിജയികള് ആരെ കാര്യം പറയും? വിജയികളുടെ കാര്യം പറയും, വിജയിക്കാനുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ അതുകൊണ്ട് തോറ്റു നിൽക്കുന്ന, തുന്നമ്പാടി നിൽക്കുന്ന ആളുകളുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് വിജയിച്ച ആളുകളുടെ വാക്കാണ് കേൾക്കേണ്ടത്. അതുകൊണ്ട് പല തോൽവിയും ചിലപ്പോൾ നമ്മുടെ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ ഇവിടെ എന്താണ് അതിൽ ജീവിക്കരുത്. ഭൂതകാലത്തിലെ ജീവിതത്തിൽ ജീവിക്കരുത്. എനിക്ക് എന്നെ കൊണ്ട് ഇനി പറ്റില്ല, ഞാൻ ഇനി അത് ചെയ്താൽ പൊളിയും. ഞാൻ പറയുന്നു, RCM പൊളിയും എന്ന് പറയുന്ന ആളുകൾ. ഒരാൾ എന്നോട് ചോദിച്ചു, അതെ RCMന്റെ പാസ്റ്റ് ഇനി കിട്ടില്ല എന്ന് വിചാരിക്കാം, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടനെ ഏത് പാസ്റ്റ് ഉപയോഗിക്കുന്നത്? ഞാൻ കോൾഗേറ്റിന്റെ പാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ചേട്ടൻ എന്നിട്ട് ചെയ്യാ? ഞാൻ വേറെ പാസ്റ്റ് മേടിച്ച് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു, ചേട്ടൻ അതാണെങ്കിൽ RCMന്റെ പാസ്റ്റ് കിട്ടാത്തൊരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ പല്ല് വേർപ്പൊന്നും നിർത്തില്ല, ഞാൻ മാവിന്റെ അല്ലാണ്ടായാലും പല്ല് തേക്കും. ക്ലിയർ ആയോ? അപ്പൊ ആളുകള് ഈ രീതിയാണ്. ഈ കമ്പനി നിർത്തോ എന്നുള്ളതാണ്, അല്ല 25 വർഷമായുള്ള കമ്പനി നിർത്തോ എന്നുള്ളതാണ്. ഇത് നാളെ കിട്ടുമോ എന്നുള്ളതാണ്. ഇന്ന് കണ്ട ആളെ നാളെ കാണുന്നില്ല. ക്ലിയർ ആയാ? ഞാൻ അതിന്റെ കൂട്ടത്തിലൂടെ ചോദിച്ചു, ചേട്ടൻ ഈ കമ്പനി നിർത്തുന്നതിന് മുന്നേ ചേട്ടൻ ജീവിച്ചിരിക്കണ്ടോ എന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? എനിക്കത് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ടോ എന്ന് പറയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ 25 വർഷമായുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് നാളെ കിട്ടില്ലെന്ന് നമ്മൾ ആലോചിച്ചിരുന്നിട്ട് കാര്യമുണ്ടാ? അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പല ആളുകൾക്കും ഇത്. പല ആളുകളും ആ ഭൂതകാലത്തിലെ ഇതിലാണ്. ഞാൻ പറയുന്നത്, ഇന്നലകളെ കഴിഞ്ഞു. ഇന്നലകള് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇന്നാണ് നമ്മുടെ കയ്യിലുള്ള ഇന്നലകളിലെ ചിന്തകൾ ആലോചിച്ചിരുന്നിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇന്നലകളിൽ പല പരാജയത്തിൽ നിന്നും നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ഇന്നിലാണ് നമ്മുടെ ജീവിതം. നാളെ എന്ന് പറയുന്ന ഒരു ദിവസമില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ ഇരിക്കുന്ന നിമിഷമാണ്. ഈ നിമിഷം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, അതാണ് നാളത്തെ റിസൾട്ട്. ഓക്കെ. അടുത്തത്, അവനവനെ സ്വയം തിരിച്ചറിയുക, കുറച്ച് കാണാതിരിക്കുക. ഏറ്റവും വലിയ പ്രശ്നം, അവൾക്ക് പറ്റും എനിക്ക് പറ്റില്ല. ശരിയാണോ? അവൾക്ക് പറ്റും എനിക്ക് പറ്റില്ല. അവര് LIC ഏജന്റ്, അത് കാരണം അവൾക്ക് പറ്റും. ഇപ്പൊ എന്നോട് പറയുന്നത്, അവന് പലചരക്കട ഉണ്ടായിരുന്നു, അത് കാരണം അവന് പറ്റി. അപ്പൊ ഞാൻ ഷൈൻ ബാബു സാറിനെ കാണിച്ചു കൊടുത്തു. ഷൈൻ ബാബു സാർ ഓട്ടോറിക്ഷക്കാരനാ. ആ ഓട്ടോറിക്ഷ പിന്നീട് സാധനങ്ങൾ വെച്ച് ഓട്ടോറിക്ഷയിൽ കുറെ ആൾ കയറില്ല, അത് ആൾക്ക് പറ്റും. അപ്പൊ സുന്ദര സാറിനെ കാണിച്ചു കൊടുത്തു. സുന്ദര സാറ് ഓട്ടോറിക്ഷ സീറ്റ് അടിക്കാൻ വരില്ലോ ആളുകള്. അപ്പൊ അവർക്ക് പരിചയപ്പെടുത്തി. അവർക്ക് പറഞ്ഞു, ഞാൻ പറയുന്നു, എല്ലാത്തിനും ഒരു കാരണമാണ് കണ്ടെത്തുന്നത്, അല്ലെ? വീട്ടമ്മമാര് പോലും ഇന്ന് RCMല് വലിയ അച്ചീവ്മെന്റ് ആയിട്ട് നിൽക്കുന്നു. അല്ലെ? ചോക്കു, ആർക്കും ചെയ്യാം. അപ്പോൾ ഇത് അവനവനെ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പോരായ്മകളാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറഞ്ഞു, ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ല, എൻ്റെ
മക്കൾക്ക് തീരെ ഇഷ്ടമില്ല, എൻ്റെ ബന്ധുക്കാർക്ക് തീരെ ഇഷ്ടമില്ല, എൻ്റെ കൂട്ടുകാർക്കും എന്നെ കാണുമ്പോൾ തീരെ ഇഷ്ടമില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, നിനക്ക് ഇഷ്ടമാണോ? അപ്പൊ ആള് പറയുന്നു, എനിക്ക് തീരെ ഇഷ്ടമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങും. അങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളും നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങും. പക്ഷെ നമ്മളെ ഉള്ള കഴിവിനെ തിരിച്ചറിയാതെ നമ്മുടെ പോരായ്മകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അല്ലേ? ബിസ്ക്കറ്റ് തിന്നുന്നുണ്ടെങ്കിൽ അതൊരു കഴിവല്ലേ? പല്ല് തേക്കുന്നുണ്ടെങ്കിൽ അതൊരു കഴിവല്ലേ? കക്കൂസ് കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കഴിവല്ലേ? ഡ്രസ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കഴിവല്ലേ? ശരിയാണോ? ഈ കഴിവ് പോരെ ആർസിബിൽ വിജയിക്കാൻ? ഇത് നല്ലതാന്ന് പറയാനും അതൊരു കഴിവല്ലേ? നല്ല സിനിമ കണ്ടു, പുലിമുരുകൻ സിനിമ കണ്ടിട്ട് നല്ലതാന്ന് പറയുന്നത് അതൊരു കഴിവല്ലേ? ഒരു ഡോക്ടറെ കണ്ടു, അത് നല്ലതാന്ന് മറ്റുള്ളവർ പറയുന്നത് ഒരു കഴിവല്ലേ? ഒരു തുണിക്കടയിൽ നിന്ന് തുണി എടുത്തു, അത് നല്ലതാന്ന്, നല്ല സെലക്ഷൻ എന്ന് പറയുന്നത് അതൊരു കഴിവല്ലേ? അതൊക്കെ കഴിവില്ലെങ്കിലും കഴിവുണ്ടെങ്കിലും പറയും. ശരിയാണോ? അതേ കാര്യം തന്നെ ഇവിടെ പറഞ്ഞ പോരെ. വല്ല ബുദ്ധിമുട്ടുണ്ടാ? ബുദ്ധിമുട്ടുള്ളവർ കൈയടിക്കരുത്, ബുദ്ധിമുട്ടില്ലാത്തവർ കൈയടിക്കും. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്രയും സുന്ദരമായ ഒരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവനവനെ ചിന്ത ഒഴിവാക്കുക. ഞാൻ എന്താണ് ആർസിബിൽ വന്നതിന് ശേഷം കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്നിട്ട്, അല്ലെ, ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പരിശീലിച്ചോ. കാരണം ഒന്നും ഞാൻ എന്താണ് എല്ലാം തുറന്നു പറയുന്നുണ്ട് സാറേ, എല്ലാം തുറന്നു പറയുന്നത്. ഞാൻ ചിന്തിക്കുന്ന എന്താണ്, ഇനി അങ്ങനെ പോലെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനം എടുത്ത് അവർ അതിൽ വിജയത്തിന്റെ ആ ഒരു പാതയിലേക്ക് വരണം. അതുകൊണ്ട് എല്ലാം ഞാൻ തുറന്നു പറയും, ഒന്നും മാറ്റി വെക്കുന്നില്ല. കാരണം എല്ലാവരും വിജയിക്കട്ടെ എന്നുള്ളതാണ് ആർസിബിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ആദ്യമൊക്കെ ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ നമ്മൾക്കൊരു പോരായ്മയാണ്, നമ്മൾക്കൊക്കെ അവരുടെ കൂടെ നിൽക്കണം ആവശ്യമില്ല. മുടി ചെയ്താൻ വേണ്ടി മാത്രമാണ് എവിടെ നിന്നിരുന്നത്, കണ്ണാടിയുടെ മുന്നിൽ നിന്നിരുന്നത്. പക്ഷെ ആർസിബിൽ വന്നതിന് ശേഷം അവനവനെ സ്വയം നമ്മൾ എന്താണ് ഇഷ്ടപ്പെടണം എന്നുള്ളത് കൊണ്ട് വന്നപ്പോ, അതുപോലെ ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെന്നിട്ട് ഞാൻ തന്നെ എന്നോട് പറയും, സജീവേ നീ നല്ല സുന്ദര കുട്ടപ്പനാണല്ലോ, എന്താ നിന്റെ എനർജി, ഉഷാറാണല്ലോ. ഇങ്ങനെ ഞാൻ സെൽഫ് ടോക്ക് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഓരോ പ്രാവശ്യം കണ്ണാടിയിൽ നോക്കും തോറും എനിക്ക് തന്നെ എന്നിലൊരു ആത്മവിശ്വാസം വന്നു തുടങ്ങി. ആളുകളെ മുന്നിൽ നിൽക്കാൻ ഭയമില്ലാതെ ആയി മാറി. കാരണം ഞാൻ എന്റെ മുന്നിൽ കുറഞ്ഞു നിന്നു. യെസ്, എന്റെ മുന്നിൽ ഞാൻ നിന്നു. എന്റെ നല്ല കാര്യങ്ങൾ ഞാൻ എന്നെ പറ്റി ചിന്തിച്ചു. പല ആളുകളും കണ്ണാടിയുടെ മുന്നിൽ, ഇവിടെ കണ്ണാടിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത്, എന്ത് വയറാണത്, ഇത് ആള് തന്നെ ആളെ കുറയ്ക്കാണ്. ചിലര് മുഖക്കുരു പറഞ്ഞുണ്ട് ഇങ്ങനെ തീർപ്പിച്ചു ഇനി അങ്ങനെ ഇത് വെച്ച് കല്യാണത്തിന് പോകും. ഒരു മുഖക്കുരു പോലും നമ്മുടെ പോരായ്മയായിട്ട് കണ്ട് നമ്മുടെ ഉള്ള കഴിവിനെ നശിപ്പിക്കാൻ ഒരു മുഖക്കുരു മതി. ശരിയാണോ? ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, നമ്മൾ ഈ 5 പേരിൽ വരെ പോലെ അല്ല. ഈ 5 പേരില് ഓരോന്നും കൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കോ? മൊബൈൽ തോണ്ടാൻ പറ്റും, അല്ലാണ്ട് പറ്റുമോ? ഒരു 10 കിലോ അരി എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇത് എല്ലാം കൂടി വരണം, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മളിലുള്ള നല്ല വശങ്ങള് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ പോരായ്മ നികത്താൻ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്താൽ ആ പോരായ്മ നമുക്ക് നികത്തി മുന്നോട്ട് പോകാം. ഓക്കെ, അമിതമായ ചിന്ത ഒഴിവാക്ക. ചില ആളുകൾ ചിന്തിക്കുന്ന ആർസിബിൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ TCGക്ക് എങ്ങനെ ഈ കാശ് കൊടുക്കാൻ പറ്റുന്നത്? ഇതാണ് ഇപ്പൊ ആ ചിന്ത. ആലോചിച്ച് നോക്കൂ, TCGക്ക് എങ്ങനെ ഈ കാശ് കൊടുക്കുന്നത്, ഇത് എങ്ങനെ കിട്ടുന്നുണ്ടോ അറിയുന്നത്. സിസ്റ്റം പഠിക്കണ്ടേ? അത് പഠിക്കണ്ടേ? അമിതമായ ചിന്തയാ. ഞാൻ പറയുന്നു, അമിതമായ ചിന്ത. ഗിരിസാർ എന്നോട് ആർസിബിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സജീവേ ഇത് കൂലിപ്പണിയല്ല, അതുകൊണ്ട് ഇത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ബിസിനസ്സാ. അതുകൊണ്ട് മനുഷ്യന്റെ ചിന്ത എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് ആർസിബിന്റെ ബിസിനസ് തുടങ്ങുന്നുള്ളൂ. ക്ലിയർ ആയി പറയുന്നത്? നമ്മുടെ ചിന്താശേഷി എവിടെ അവസാനിക്കുന്നോ അവിടെ നിന്നാണ് ആർസിബ് തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി എടുക്കാൻ നമ്മൾ തയ്യാറാവണ്ട. നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ബുദ്ധി എടുത്താണ്. ഈ സിസ്റ്റം എന്താണ് പറയുന്നത്? സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ വിജയിച്ച് മുന്നേറിയ ലീഡേഴ്സ് പറയുന്നത് എന്താണോ നമ്മൾ അത് ചെയ്യാൻ തയ്യാറായിക്കോ. നമ്മുടെ ബുദ്ധി വേണ്ട,
കൈയില്ലാത്തവനോ കാലില്ലാത്തവനോ എന്താണ് വിദ്യാഭ്യാസമുള്ളവനോ വിദ്യാഭ്യാസം ഇല്ലാത്തവനോ എല്ലാവർക്കും ഒരേപോലെ വിജയിക്കാൻ പറ്റുന്നത് ഈ സിസ്റ്റത്തിന്റെ പവർ. അതുകൊണ്ട് നമ്മൾ സിസ്റ്റത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്, സിസ്റ്റമാണ് നമ്മൾ കാണേണ്ടത്. അമിതമായ ചിന്ത ഒഴിവ്. ഒരു കാര്യവും നാളേക്ക് മാറ്റിവെക്കാൻ പാടില്ല. ചിലവർക്ക് ലോട്ടറി കച്ചവടം ഉണ്ടെന്ന് തോന്നും, അല്ല ലോട്ടറി കച്ചവടം ഉള്ള ആളുകളുണ്ടാവും. ഈ ലോട്ടറി കച്ചവടത്തിന്റെ കാസറ്റ് അവർക്ക് എത്ര തലമുറ ആണെങ്കിൽ ഉപയോഗിക്കാം. എന്താ കാരണം അറിയോ? ഇന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ലോട്ടറി കച്ചവടം ഉണ്ടാ? ഇല്ല. നാളെ എന്നാണ്. അത് എന്ന് ആണെങ്കിൽ നാളേക്ക് അവസാനം ഉണ്ടാ? ഇല്ല. ആർസിമിൽ വിജയിക്കണമെങ്കിൽ ഈ നാളെ എന്ന് പറഞ്ഞ ചിന്ത ഒഴിവാക്കണം. ഇന്നിപ്പോ ആരെങ്കിലും ജോയിൻ ചെയ്യാം, നാളെ ചെയ്യാം. ഹോം മീറ്റിംഗ് നാളെ ചെയ്യാം. ഒരാളെ കാണണം, നാളെ ചെയ്യാം. ഞാൻ പറയുന്നു നാളെ എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഇന്ന് ഈ നിമിഷം എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് നാളത്തെ റിസൾട്ട്. അതുകൊണ്ട് ഇനി നാളേക്ക് വേണ്ടി മാറ്റി വെക്കുക എന്തെങ്കിലും കാര്യങ്ങള്. ആർസിബിൽ വിജയിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നിൽ ജീവിക്കൂ. ഇന്നിൽ ജീവിക്കുന്നവനാണ് വിജയം കൈവരിച്ചിട്ടുള്ളൂ. നാളെ ജീവിക്കുന്നവൻ ഒന്നും നേടിയിട്ടില്ല. അവൻ നാളെ നീളെ. തയ്യാറാണോ? തീരുമാനമെടുക്കാൻ തയ്യാറാണോ? ആ ചിന്ത ഒഴിവാക്കാം. വിജയം വരെ വിട്ടുപോകാതിരിക്കുക വളരെ പ്രധാന. വിജയം വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആർസിബിലെ ഏത് തലത്തിലാണോ നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നത് ആ തലം വരെ നിങ്ങൾ വിട്ടുപോകാതിരിക്കുക. സ്റ്റേ ഓൺ ട്രാക്ക്. അല്ലേ? റെയിൽവേയില് ഞാൻ ട്രെയിനിലാണ് വന്നത്. ട്രെയിൻ ഏതി കൂടെ ഓടുന്നത്? ട്രാക്ക് കൂടെ. ട്രെയിൻ എന്താ ഇവിടെ പാടത്തോടെ ഓടിച്ചു എന്നപ്പം ഒരു ട്രാക്ക്. ആ ട്രാക്കില് അല്ല മരപ്പണി ചെയ്തപ്പോ മരപ്പണിയുടെ ട്രാക്ക് ഉണ്ട്, അതിലാണ് ഓടിയത്. പക്ഷെ ആർസിബിൽ വന്നിട്ട് പിന്നെ മരപ്പണിയുടെ ട്രാക്ക് എടുത്ത് വെച്ച് ഓടരുത്. ക്ലിയറായാ? ആർസിബിന് ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിൽ കൂടെ ഓടണം. എങ്ങനെ? നിരന്തരമായിട്ട്. എവിടെ വരെ? വിജയം വരെ. കിണർ കുത്താൻ സ്ഥാനം കണ്ടു. 10 കോല് കുത്തിയാലാണ് കിണറിൽ വെള്ളം കാണുള്ളൂ എന്ന് പറഞ്ഞു. അയൽക്കാരനെ ഇപ്പുറത്തെ കിണറ്റിലൊക്കെ 10-12 കോല് കുത്തിയിട്ടാണ് വെള്ളം കണ്ടത്. 5 കോല് കുത്തിപ്പിടിക്കും, വെള്ളം കണ്ടില്ല എന്ന് കയറി പോന്നാലോ? 10 കോലെങ്കിലും കുത്തണ്ട മിനിമം. അതുകൊണ്ട് നിലനിൽക്കണം. ആർസിബിൽ നിലനിൽക്കണം. ഞാൻ പറയുന്നു ഇനിയുള്ള നാളുകളിൽ ആർസിബിൽ നിലനിന്നാൽ ആൾ അച്ചീവറാവും. കാരണം ഇതാണ് വരാൻ പോകുന്ന സമയം. അതുകൊണ്ട് നിലനിൽക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഗിരിസാർ ആദ്യമായിട്ട് ഞാൻ വന്നപ്പോ എന്താണ് ഗിരിസാർ പറഞ്ഞു, എങ്ങനെ വേണമെങ്കിലും നിൽക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപഭോക്താവായിട്ട് നിൽക്കാം, ബിസിനസ്സുകാരനായിട്ട് നിൽക്കാം. ഇതിലൂടെ വലിയ അച്ചീവറായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ആ രീതിയിൽ ചെയ്യണം. ഓക്കെ? അപ്പൊ വിജയം വരെ വിട്ടുപോകരുത്. ഒരു തുള്ളക്കാരന്റെ കഥയുണ്ട്. ഒരു തുള്ളക്കാരൻ എവിടെ തുള്ളിയാലും മഴ പെയ്യും, എവിടെ തുള്ളിയാലും മഴ പെയ്യും. അങ്ങനെ ഇദ്ദേഹത്തിന് പൊന്നും വിളയും എന്ന് വേണ്ട പട്ടും കാര്യങ്ങളും എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാം പൈസ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നു. അപ്പൊ വേറൊരു അമ്പലത്തിലെ തുള്ളക്കാരൻ വിചാരിച്ചു ഇവിടെ കിടന്ന് തുള്ളിട്ട് ഒരു കാര്യമില്ല, ഇയാളെ കൂടെ തുള്ളി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ സീക്രട്ട് ഒന്ന് പഠിച്ചെടുക്കാന്ന് വെച്ചാൽ ഇയാളെ കൂടി. അങ്ങനെ 1 വർഷം 2 വർഷമായിട്ട് ഇയാളെ തുള്ളലിന്റെ രഹസ്യം ഇദ്ദേഹത്തിന് പിടുത്തം കിട്ടില്ല. അങ്ങനെ അത്യാവശ്യം ആള് വാട്ടീസ് അടിക്കുന്ന ആളാ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു ദിവസം ഇന്നെങ്കിലും ആളായിരുന്നു ആ സൂത്രവാക്യം ഇടുന്ന് എഴുതിയെടുക്കാം. അപ്പോ അങ്ങനെ പറഞ്ഞ് ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഈ തുള്ളക്കാരൻ നിന്നോട് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കഞ്ഞില് മണ്ണ് വാരിയിടരുത് എന്ന് പറഞ്ഞിട്ട് ആള് മനസ്സ് തുറന്ന് ആ സൂത്രവാക്യം പറഞ്ഞു. എന്താ പറഞ്ഞാൽ ഇദ്ദേഹം എവിടെ തുള്ളിയാലും മഴ പെയ്യും, മഴ പെയ്ത് ആൾക്ക് അംഗീകാരം കിട്ടും. അപ്പൊ ഈ സൂത്രവാക്യം ആള് പറഞ്ഞു, നീ ആരോടും പറയരുത്, അതിന്റെ അതീവ രഹസ്യമാണ്. ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ എവിടെങ്കിലും തുള്ളി തുടങ്ങിയാൽ മഴ എൻ്റെ ദേഹത്ത് വീഴാതെ ഞാൻ തുള്ളല് നിർത്തില്ല. ഇതാണ് എൻ്റെ വിജയ രഹസ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. 8 വർഷം മുന്നേ ചാലക്കുടിയിൽ ആ പ്രോഗ്രാമിൽ കേട്ട അന്ന് തുള്ളല് തുടങ്ങിയതാ. ഇന്ന് കോഴിക്കോടാണ് തുള്ളല്, നാളെ തൃപ്രയാറാ തുള്ളല്. അതായത് നിർത്തിയില്ല എന്നർത്ഥം. കാരണം എൻ്റെ ലക്ഷ്യം ആയിട്ടില്ല, ായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ നിരന്തര പ്രയത്നം വേണം. പല ആളുകളും എന്താണ് ഓണത്തിനും സംക്രാന്തിക്ക് തുള്ളുള്ളൂ, ചിലര് വല്ല പറയിക്കണം വീട്ടിൽ, അപ്പോഴേ തുള്ളുള്ളൂ. ആർസിയം ചെയ്തു തുടങ്ങിയാൽ നമ്മൾ പിന്നെ അവിടുന്ന് വിട്ടുപോരുത്. ആ ട്രാക്കിലൂടെ യാത്ര തിരിക്കണം. ഓക്കെ.